ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തനി നാടൻ ഉണ്ണിമധുരമാണ്, അതായത് പഴംനുറുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു പഴം നുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കാം. വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 3 പഴവും ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനും ചൂടാകാനായിട്ട് വെക്കാം. ഇതിലേക്ക് 2-3 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം നമുക്ക് ഈ നെയ്യിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റോളം ഈ പഴം നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പഴം കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പാനിൽ നിന്ന് പഴം എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതേ പാനിലേക്ക് തന്നെ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചിട്ട് വേണം വീണ്ടും നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ശർക്കര പാനി തിളച്ച് വരുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ശർക്കര പാനി ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പഴം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശർക്കരയൊക്കെ പഴത്തിൽ നന്നായിട്ടൊന്ന് ചേർന്ന് വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. പഴവും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് ശർക്കരയൊക്കെ കുറച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പഴം നുറുക്ക് റെഡിയായി കഴിയും. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ സാധാരണയായിട്ട് തേങ്ങ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉണ്ണിമധുരം പഴം നുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.